ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ വീഡിയോ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടലായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ലോങ് വീഡിയോ ആക്കാനുള്ള കാരണം ഞാൻ സ്വന്തമായിട്ട് കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം 20ാമത്തെ ദിവസമാണ് ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് വീട്ടിലുണ്ടാക്കിയ കുറച്ച് ഫ്രൂട്ട്സൊക്കെയാണ്. കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്ന ദിവസം രാവിലെ വന്നിട്ട് മരത്തിൽ കയറി കൊമ്പ് വെട്ടിയിട്ടാണ് ഞാവൽപ്പഴങ്ങളൊക്കെ പറിക്കുക. എൻ്റെ വീട്ടിലായിട്ട് ഒത്തിരി ഞാവൽപ്പഴമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ്സിന് പോവാത്ത ദിവസങ്ങളിൽ ഈ ഫ്രൂട്ട്സൊക്കെ പറിച്ചിട്ട് സ്വന്തമായിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി പോകും. ഞാവൽപ്പഴ മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് അത് കയറിൽ കെട്ടി താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള സമയം താഴെ താട്ടും വിരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാവൽപ്പഴത്തിൽ മണ്ണൊന്നും പറ്റില്ല. ഇപ്പം എനിക്ക് വേണ്ടി ഞാവൽപ്പഴം പറിക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ കയറിയിരിക്കുന്നത് ഞങ്ങളുടെ കണ്ണമാമനാണ്. കൊമ്പിൽ നിന്ന് ഞാവൽപ്പഴങ്ങൾ ചിലതൊക്കെ താഴേക്ക് ഇറക്കുമ്പം താട്ടിൽ വീഴും. അങ്ങനെ വീണ ഞാവൽപ്പഴങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ച് മാറ്റി വയ്ക്കും. ഇപ്പം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം 2 ബക്കറ്റ് ഞാവൽപ്പഴങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഞാവൽപ്പഴങ്ങളൊക്കെ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റുന്ന കാഴ്ചയാണിത്. ശേഖരിച്ച ഞാവൽപ്പഴവും അതേപോലെ തന്നെ മാങ്ങയൊക്കെ എടുത്തിട്ട് ഞാനിപ്പം എന്നും കച്ചവടം ചെയ്യുന്ന പ്ലേസിലെത്തി. അങ്ങനെ ഞാനിപ്പം എൻ്റെ കച്ചവടം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ടേബിളിൽ റെഡിയാക്കി വെച്ചു. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ഇവരാണ്. ഹലോ ഹലോ, എവിടെ പോവാ? അമ്പലത്തിലോട്ട്. പിന്നെ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ചേച്ചി ചേട്ടനൊക്കെ ആയിരുന്നു. അവർ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ ചേട്ടന്മാരൊക്കെ വണ്ടി നിർത്തി. ഇവരും കുറച്ച് ഞാവൽപ്പഴങ്ങളൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. അങ്ങനെ അവരിവിടെ നിന്നിട്ട് ഞാവൽപ്പഴങ്ങളൊക്കെ കഴിക്കുകയാണ് ഇപ്പം. അതിനുശേഷം അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് അടുത്ത കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോഴാണ് മുന്നോട്ട് പോയൊരു വണ്ടി ഇതാ റിവേഴ്സ് എടുത്ത് ബേക്കോട്ട് തന്നെ വരുന്നു. ഇനി ഇവിടെ നിർത്താനായിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അവരിവിടെ നിർത്തി. അങ്ങനെ അവരെൻ്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ വന്ന കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ വന്നതാണ് ഈ പ്രിൻസിപ്പാൾ സാറൊക്കെ. എൻ്റെ പിന്നെ അല്ലല്ല അവളുടെ മൊത്തം എന്താ പൈനാപ്പിള് നമ്മളങ്ങ് മേടിച്ച് ഞങ്ങളങ്ങ് എടുത്തു. ബക്കറ്റും കുപ്പി കൂട്ടി എടുത്താലോ? ബക്കറ്റ് കുപ്പി കൂട്ടി എടുത്തോ? ബക്കറ്റും കുപ്പി കൂട്ടി എടുത്താലേ? അല്ല ഞാൻ പഠിക്കാന്ന് പറഞ്ഞൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. ഇതൊരു സ്കൂളിലെ പ്രിൻസിപ്പാൾ സാറാണ്. ഫസ്റ്റ് എനിക്കത് മനസ്സിലായിരുന്നില്ല. പിന്നീട് ഇവരെന്നോട് ഒത്തിരി നേരം സംസാരിച്ച് നിന്നിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് എനിക്ക് വേണ്ട 2-3 ഗുഡ് മെസ്സേജസ് ഒക്കെ സാറ് തന്നിരുന്നു. സോ അങ്ങനെ അവരിപ്പം പോകുവാണ്. താങ്ക് യു. ശരി, മറ്റേ ഷുഗറാ കഴിക്കാൻ പറ്റത്തില്ല. ഇത് മാത്രമേ പറ്റുള്ളൂ. ശരി, ഓക്കെ. വണ്ടി ഓടിക്കാന്ന് പറയുന്നത്? ഇല്ല, ഞാൻ ഓടിക്കില്ല. നീ എന്നും ഓടിക്കാം. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ഞാനിപ്പം എനിക്ക് കൊടുക്കാനുള്ള അടുത്ത ഞാവൽപ്പഴങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോഴാണ് 2 ചേട്ടന്മാർ ബൈക്കിൽ വന്നത്. അവരാണ് ഈ ചേട്ടന്മാർ. അങ്ങനെ ഇവർ ഒരു കൂടി ഞാവൽപ്പഴങ്ങളാണ് വാങ്ങിച്ചത്. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കൊക്കെ ഈ പ്രിൻസ് ബസ്സിലെ ചേട്ടന്മാർ ഞാവൽപ്പഴങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ വലിയ ബസ്സൊക്കെ നിർത്തുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമാവാറുണ്ട്. ഇവരിപ്പോൾ ഇന്നും ബസ് നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2 കൂടി ഞാവൽപ്പഴങ്ങളൊക്കെ വാങ്ങിച്ചു. സോ എനിക്ക് ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കസ്റ്റമേഴ്സാണ് ഇവരും എൻ്റെ കയ്യിൽ നിന്ന് ഞാവൽപ്പഴമാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു ട്രാവലറാണ് നിർത്തിയത്. ഇല്ല, അല്ല കഴുകിയ കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു, ബൈ.
ഈ ട്രാവലറിൽ വന്ന ചേട്ടന്മാർ എന്നോട് ചോദിച്ചത് ഞാവൽപ്പഴത്തിൽ പറ്റിക്കിടക്കുന്ന പൊടി എന്താണെന്നാണ്. അത് മണ്ണൊന്നുമല്ല, അത് മരത്തിലെ തന്നെ ഈ പൂവിൻ്റെ പൊടിയാണ് അതിൽ പറ്റി പിടിച്ച് കിടക്കുന്നത്. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന കസ്റ്റമേഴ്സാണ് ഈ ഒരു ഫാമിലി. ഞാവൽപ്പഴം, മാങ്ങ, സെറ്റ് സാധനം. താങ്ക് യു. 60. ഈ ഒരു ഫാമിലി എന്നോട് ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമോ? കഴിച്ചു. ചെറുതൊന്നും എടുക്കല്ലേ? ചെറുതോ വലുതോ? അല്ല അങ്ങനൊന്നുമില്ല. ഏതായാലും എടുക്കല്ലേ? പറഞ്ഞാണ്ട് ആണോ? ഞാവല് 60. താങ്ക് യു. മാനന്തവാടി തിരുനെല്ലി റോട്ടില് നമ്മുടെ ഋഷിയുടെ പിന്നെ ചെറിയൊരു സെറ്റപ്പാണത്. ഋഷിയുടെ അടുത്തേക്ക് വന്നപ്പോ എനിക്ക് കിട്ടിയതാണ്. ഇതാണ്ടോ നല്ല മരത്തുനിന്ന് പറിച്ചോണ്ട് വന്ന കിടില ഞാവല്. ദേ ഋഷിയുടെ സ്വന്തം വീട്ടിലുള്ള മൽഗോവ മാങ്ങ, തേനിന്റെ മധുരമുള്ള മൽഗോവ മാമ്പഴം. സൂപ്പർ ഋഷിയ, അടിപൊളി. താങ്ക് യു. ദൃശ്യ ദേവിയ എത്ര കൈ അറിഞ്ഞപ്പോ? ഇതിന് 50 രൂപ. നേരത്തെ ആ ഫാമിലി പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 2-3 കസ്റ്റമേഴ്സിനെയും കൂടെ കിട്ടി. അതിലൊരു ചേട്ടൻ അഭിപ്രായവും പറഞ്ഞു. ഒന്ന് കഴിച്ചൊക്കെ വേണോ? അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് ലാഭമുണ്ടാവില്ലല്ലോ. ഇപ്പോൾ വന്ന ചേട്ടന്മാർ ഇതാ വീഡിയോ കോൾ ഒരു ചേച്ചിനെ കാണിച്ചിരുന്നുണ്ട്. ഈ ചേച്ചി PGക്ക് പഠിക്കുന്ന ഒരു ചേച്ചിയാണ്. ഇതിനു മുമ്പ് ഇവിടുന്ന് ഞാവൽപ്പഴങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആയോ? സുഖാണോ ചേച്ചി? ആണോ? ഓക്കെ, ടാറ്റ. എവിടെയാ? ഹോസ്റ്റലാ? പഠിക്കുവാ? ആ. ഓ, ചായ ഒക്കെ കുടിക്കാണോ? ഓക്കെ. ആ പിന്നെ ഓക്കെ. മേടിച്ച് സച്ചു ഒരു കവർ. ആ, അത് വലുതൊക്കെ കെട്ടി. അടിപൊളി രസമുണ്ടോ? രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. താങ്ക് യു. അങ്ങനെ ചേട്ടന്മാരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് ഈ ഫാമിലി. ആ, വീട് കുറച്ച് തിരുനെല്ലി കാട്ടിലാണ് നമ്മുടെ തമ്പുരുടെ മാങ്ങ വെക്കുന്നുണ്ട്. നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. തമ്പുരുവിന്റെ വീട്ടിലത്തെയാന്ന് പറഞ്ഞത്. തമ്പുരു ആണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ബെസ്റ്റ് മാങ്ങ. ഈ വഴിക്ക് പോണവരെല്ലാവരും തമ്പുരുവിന്റെ മാങ്ങ തിന്ന് സഹായിക്കണം. മുറിച്ചു തരുന്ന തമ്പൂര് എന്നുള്ളതാണോ? 650. അതെ. ഇപ്പം വന്ന മാമന്മാരിൽ ഒരു മാമന് എൻ്റെ കച്ചവടത്തിനെ കുറിച്ച് ചെറുതായിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ചേട്ടന്മാർ ഇതിനു മുമ്പും ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഞാവൽപ്പഴത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കാരണം ഞാനിപ്പോൾ കൊണ്ടുവന്ന ഞാവൽപ്പഴങ്ങൾ തീർന്നു പോയി. ഇനി വീട്ടിൽ നിന്ന് കുറച്ച് ഞാവൽപ്പഴങ്ങൾ എടുത്തുകൊണ്ട് വരണം. ഞാൻ ഈ ചേട്ടന്മാരോട് പറഞ്ഞു ഞാവൽപ്പഴം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കും, നിങ്ങളിവിടെ നിൽക്കുമെന്ന്. അപ്പോൾ ചേട്ടന്മാർ ഒരു മടിയില്ലാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു ഞാൻ വരുന്നവരെ. സോ നോർമലി ആരും ഇങ്ങനെ വെയിറ്റ് ഒന്നും ചെയ്ത് നിൽക്കാറില്ല. ഞാൻ ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിട്ട് അധികം കണ്ടിട്ടുള്ളത് എല്ലാവരും പെട്ടെന്ന് ബിസിയോടെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷേ ഈ ചേട്ടന്മാർ ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ, അതും കൊണ്ടായിരിക്കാം അവരൊക്കെ ബിസിയായി പോകുന്നത്. അയ്യോ, ഞാൻ കഥ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറിപ്പോന്നു. രാവിലെ കൊണ്ടുവന്ന ഞാവൽപ്പഴങ്ങളൊക്കെ തീർന്നിട്ട് ഇപ്പോൾ 2ാമത്തെ സെക്ഷൻ ഞാവൽപ്പഴങ്ങളൊക്കെ ഇപ്പോൾ ബക്കറ്റിലോട്ട് നിറയ്ക്കുവാണ്. ഞാൻ 2ാമത്തെ വട്ടം ഞാവൽപ്പഴങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും ഇതൊരു ട്രാവലർ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. അവർ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അവരിപ്പം തിരികെ വന്ന വഴിക്ക് തന്നെ തിരികെ പോയി. ബട്ട് അത് കുഴപ്പമില്ല, കച്ചവടം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും സാധാരണ. അവർ പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു ഫാമിലിനെയാണ് കിട്ടിയത്.
ആണോ? ഇപ്പം വന്ന ഫാമിലി നല്ലൊരു ഫാമിലി ആയിരുന്നു. അവരെന്നോട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ നിന്നിരുന്നു. അവർ ഞാവൽപ്പഴങ്ങളാണ് വാങ്ങിച്ചത്. അവർ പോയി കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇനി കസ്റ്റമേഴ്സ് വന്ന് അവർക്ക് കൊടുക്കാനുള്ള ഞാവൽപ്പഴങ്ങളൊക്കെ റെഡിയാക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഒരു ട്രാവലർ നിർത്തി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ട്രാവലർ നിർത്തിയില്ല, അവർ നോക്കിയിട്ട് പോയി. നല്ല ഫ്രഷ് മാങ്ങ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, പഴുപ്പിച്ചുണ്ടാക്കുന്ന. പക്ഷെ വേറെ വളങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല. ഇപ്പോൾ ഒരു ബസ്സാണ് ഗൈസ് നിർത്തിയത്. ആ വിദിഷ, ആ എനിക്കറിയാം. ആണോ? ഇപ്പോൾ വന്ന ചേട്ടൻ എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരത്തിനെ അറിയാമോ എന്നാണ് എന്നോട് ചോദിച്ചത്. സോ എനിക്ക് അവളെ അറിയാം. അതെൻ്റെ ഒരു കൂട്ടുകാരത്തിയാണ്, എൻ്റെ കൂടെയാണ് പഠിച്ചത്. ശരി എന്നാലേ, ഓക്കെ ബൈ. So guys, it's very tasty. So whenever you come to Wayanad and going to Tirumari temple, so you can visit this place. ഓക്കെ, And thank you. താങ്ക് യു. Bye. ബൈ ബൈ. അങ്ങനെ പിന്നീട് എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെയും കൂടെ കിട്ടി. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുത്തിച്ച പൊറാട്ടയും മീൻകറിയാണ്. ആൾക്കാരൊന്നും വരാത്ത സമയം നോക്കിയിട്ട് ഞാനിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഒരു കവന്ന് 60. ഓക്കെ. എങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാ? ദൃശ്യ. ചെറിയ നവല. പഠിക്കുന്നുണ്ട്. ഞാനങ്ങനെ ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഏകദേശം കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്ന സാധനങ്ങളും തീർന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണ്. റോട്ടിൽ നിന്ന് കുറച്ച് ദൂരം എൻ്റെ വീട്ടിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ റോട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് കച്ചവടം ചെയ്യും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പം പിന്നെയും സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. ചില ദിവസങ്ങളിലൊന്നും സാധനങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്ന പോലെ തീരില്ല. പക്ഷേ ഇന്ന് ഏകദേശം സാധനങ്ങളും കൊണ്ടുവന്നതൊക്കെ തീർന്നു. സോ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്ന പ്ലേസ് എവിടെയായിട്ടാണെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. ഞാൻ കച്ചവടം ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലോട്ട് പോകുന്ന റോട്ടിൽ, അതായത്
തെട്ട് റോഡ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു സ്റ്റോപ്പാണ്. പിന്നെ കുറച്ച് പേര് എന്നോട് കൊറിയറൊക്കെ ചെയ്തിട്ട് അയച്ചു തരുമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാനിപ്പോൾ കൊറിയറൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാനങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലെത്തി. ചില ദിവസങ്ങളിലും ഈവനിങ് 5 മണിയൊക്കെ ആവും. അപ്പം ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പം ടാറ്റാ.